രാഹുൽ ഗാന്ധി അബദ്ധം പറയുന്നത് ഇതാദ്യമായിട്ടല്ല. ഇന്ത്യൻ പാർലമെന്റ് ആണെന്ന് പോലും നോക്കാതെ ഇന്ത്യൻ പാർലമെന്റിൽ പോലും അബദ്ധം പറയുക, അംബേദ്കറെ അപമാനിക്കുക, പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പവൃഷ്ടി നടത്തുകയാണ് എന്ന് പറഞ്ഞ് പൂമാല എടുത്ത് എറിയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു പുത്തരിയൊന്നുമല്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ള മാപ്രകൾ ഇതൊന്നും കാണിക്കാറ് പോലുമില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജ് പോകണ്ട എന്ന് വിചാരിച്ചായിരിക്കും. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരു യമണ്ടൻ അബദ്ധം. കാരണം രാഹുൽ ഗാന്ധി എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. ജനിക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരു അറിവുമില്ലാത്ത സാധാരണക്കാർ വിചാരിച്ചോട്ടെ ഞാൻ ഗാന്ധിയുടെ ആരെങ്കിലും ഒക്കെ ആണെന്ന് എന്ന്. രാഹുൽ ഗാന്ധി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം അങ്ങനെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗാന്ധിജിയെ കുറിച്ചെങ്കിലും ചെറിയൊരു അറിവ് രാഹുൽ ഗാന്ധിക്ക് വേണമെന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം നടത്തിയ കോൺഗ്രസ് എം പിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി പെട്ടു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. ആ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഈ പ്രതികരണത്തിനെതിരെ വന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തെ BJP അടക്കം പരിഹസിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ വെച്ച് മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്നാണ് രാഹുൽ ഗാന്ധി ഈ പോഡ്കാസ്റ്റിൽ പറയുന്നത്. ഈ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് BJP MP ലഹർ സിംഗ് സിറോയ പറഞ്ഞു, പണ്ഡിറ്റ് നെഹ്റുവിന്റെ കുടുംബത്തിന്റെ കൊച്ചുമകനായ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്ന വാർത്ത എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു. ഈ വീഡിയോ യൂട്യൂബിലും ഓട്ടോ ക്യാപ്ഷനുകളോടെ റിലീസ് ചെയ്തിട്ടുണ്ട്. രാഹുൽജി പറഞ്ഞതിനൊപ്പം എഴുതിയ അടിക്കുറിപ്പിൽ ആരും ചരിത്രം അറിയാൻ ശ്രമിച്ചിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന കാര്യം രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾക്ക് പോലും അറിയുകയുമില്ല. നിർഭാഗ്യവശാൽ നെഹ്റു സെന്ററുകളിലെ ആളുകളും സന്ദീപ് ദീക്ഷിത് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ബുദ്ധിമാനായ ആളുകളും ഈ വീഡിയോ പുറത്തുവിടുന്നതിന് മുമ്പ് തെറ്റിദ്ധരിത്തിയില്ല. രാഹുലിൽ നിന്ന് ആരും ചരിത്രം പഠിക്കുകയോ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പോലും ചെയ്യരുത് എന്നാണ് BJP അടക്കം ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ദീക്ഷിത്തിനൊപ്പം നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി പണ്ഡിറ്റ് നെഹ്റുവിനെ പ്രശംസിച്ചു. അദ്ദേഹം പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ അടിസ്ഥാനപരമായി വാർത്തെടുത്തത് അദ്ദേഹത്തിന്റെ പിതാവാണ്. അതുകൊണ്ട് തന്നെ നെഹ്റുജിയെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പിതാവിനും ഒരു പ്രധാന പങ്കുണ്ട്. പിന്നീട് ദേഷ്യത്തെ രാഹുൽ ഗാന്ധി അപ്പോൾ തന്നെ തടഞ്ഞു നിർത്തി മോത്തിലാൽ നെഹ്റു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ്. ഉടനെ രാഹുൽ ഗാന്ധി അതെ മോത്തിലാൽ നെഹ്റു എന്ന് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം ഈ മോത്തിലാൽ ജി ഇംഗ്ലണ്ടിൽ വെച്ച് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇളയ സഹോദരനും കസിൻസും അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ച് ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നൊക്കെ എന്തൊക്കെയോ മഠേത്തരമാണ് രാഹുൽ ഗാന്ധി ഈ പോഡ്കാസ്റ്റിൽ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കണ്ടകശനിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.